മിടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരാതന കാലം മുതൽ പെസഹ വ്യാഴാഴ്ച ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പുളിപ്പില്ലാത്ത അപ്പവും പാലും. ഇനി പുളിപ്പില്ലാത്ത അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. 1 കപ്പ് ഉഴുന്നും പരിപ്പ് കുതിർത്ത് വെച്ചത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂറോളം ഇതൊന്ന് വീർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ആവിയിൽ എങ്ങനെയാണ് വേവിച്ചെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇത് ഒരുപാട് പുളിപ്പൊന്നും ആവശ്യമില്ലാത്ത അപ്പമാണിത്. പുളിക്കാത്ത അപ്പം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കതിലൊരു ചെറിയൊരു പ്ലേറ്റ് എങ്ങാനും വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് എടുത്ത ആ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പമായോ നോക്കാം. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ അപ്പം ഒരു പാലിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ പാൽ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ഒന്നാം പാൽ, പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി, പിന്നെ 2 അച്ച് ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ വീതം ഏലക്ക പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും ചുക്കുപൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അരിപ്പൊടിയൊക്കെ കട്ട പിടിക്കാതെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതീയിൽ ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മളത് കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. നമ്മൾ പായസമൊക്കെ റെഡിയാക്കുന്നത് പോലെ ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിള വരുന്നതിന് മുൻപ് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാല് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ
നമ്മുടെ പെസഹ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ച വീട്ടിലെ കുടുംബനാഥനാണ് ഈ പെസഹ അപ്പം മുറിച്ച് ബാക്കിയുള്ള അംഗങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു പെസഹ വ്യാഴം ആശംസിക്കുന്നു.